ഹലോ ഗായ്സ്, ഞങ്ങളാണ് നിങ്ങളോടൊപ്പം ബ്രദേഴ്സ് ഇന്നത്തെ പരിപാടി ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്നുള്ള പരിപാടി അല്ലേ, പുറത്ത് കൊണ്ടുവരാന്ന് പറയാ, ചായ കുടിക്കുക, കഴിക്കുക. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. നമുക്ക് എപ്പോഴും പണി. എപ്പോ നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ അവസാനം ഏതെങ്കിലും ഒരു ചായക്കടന്റെ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ എത്തും. എത്ര ചൂടാണെങ്കിലും ആൾക്കാർക്ക് ചായ കുടിക്കാണ്ട് വീക്കെൻഡും കൊണ്ടുപോകാനും പറ്റില്ല. അത് അങ്ങനെ ഒരു ലൈഫാണ് ദുബായ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുബായ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചായ കുടിയാണ് മെയിൻ എന്നുള്ളത്. രാത്രി ആയിക്കായിട്ട് ചായ കുടിക്കാൻ പോവാ, വീക്കെൻഡ് ആയ ചായ കുടിക്കാൻ പോവാ. പിന്നെ നമ്മള് ഫ്രണ്ട്സിനായിട്ട് വന്നിരിക്കുന്നത് എവിടെ നിൽക്കാം, കിസൈസില് എന്തോ ഒരു ഫ്രേസർ ടൗണിനാ അതിനെന്തോന്ന് പറഞ്ഞിട്ട് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ജാസ? ചായ കുടിച്ചു കഴിഞ്ഞു, അതിന്റെ ഷോപ്പിൽ എടുക്കാൻ പറ്റിയില്ല നമുക്ക്. ജാസ എന്താണ് ചായക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് നമ്മൾ 3 പേരും കൂടി ലക്കാൻ്റെ ഒരു ഇന്റർവ്യൂ ഇട്ടുണ്ടായിരുന്നു. ആസ് എ ബിഗിനർ നല്ലൊരു കുറേ വ്യൂസൊക്കെ ഉണ്ട്. നമ്മൾ ഹാപ്പിയാണ്. എല്ലാവരും നമ്മളെ കണ്ട് സപ്പോർട്ട് തരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷം. കേൾക്കാം. ഇതേപോലെ തന്നെ കൊച്ചിങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിലും നമുക്ക് കൂടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ വർക്ക് ടൈമിംഗ് ആണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് എല്ലാവരോടും ഒന്ന് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ തുടങ്ങണമായിരിക്കും നല്ലത്. എല്ലാവരും മൂത്തവര് വെച്ച് തുടങ്ങണം. അതാണ് നമ്മുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദുബായിലുള്ളവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. നമുക്കിപ്പോ മൺഡേ ടു ഫ്രൈഡേ എല്ലാവർക്കും വർക്കിംഗ് അതേ സെയിം തന്നെയാണ് എനിക്കും. ഈ പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു രാത്രി 7 മണി വരെ, 7 മണിക്ക് വീടെത്തുള്ളൂ. അതാണ് നമ്മുടെ ടൈമിങ്. അപ്പോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു നിർത്തി ചോദിച്ചാൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് വണ്ടിനുള്ളിൽ കയറി ഷൂട്ട് എടുക്കാന്ന് വിചാരിച്ചു. അതല്ല പറഞ്ഞു നിർത്തിയത്, ഇക്കാന്റെ നമ്മുടെ വർക്ക് ടൈമിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിക്കുവാ. അപ്പൊ ഇക്ക പറഞ്ഞോ, വർക്ക് ടൈമിങ് എല്ലാവർക്കും നമ്മൾ ദുബായിൽ അറിയുന്ന പോലെ തന്നെയാണ്. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ വർക്കുണ്ട്, സാറ്റർഡേ സൺഡേ ഓഫ്. ഈ സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടുമ്പോഴാണ് നമ്മൾ വീക്കെൻഡ് പോലെ മറ്റേ ഫ്രൈഡേ ആകുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ നമ്മൾ വീടെത്തുമ്പോൾ ലേറ്റ് ആവും. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 പേർക്കും ജോലി ഒരേപോലെ ടൈമിങ് ആവണില്ല. കാരണം അവനിക്കിപ്പോൾ നാളെ വർക്കിംഗ് സ്റ്റാർട്ടിങ് ആണ്. അവർക്ക് 4 ദിവസം ലീവ് വരുന്നു. അപ്പം നാളെ അവനക്ക് വർക്ക് സ്റ്റാർട്ടിങ്. അപ്പോൾ എനിക്ക് നാളെ മറ്റൊന്ന് ലീവായി. അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റും അല്ലെങ്കിൽ ഒരു സമയം കിട്ടാറില്ല. പിന്നെ ഈ ഒരു നമ്മളൊരു ആഫ്റ്റർ വർക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ചായ എടുക്കാൻ തോന്നുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ നമ്മൾ അതിന് സമയം കണ്ടെത്തിയിട്ട് ചെയ്യണം. പക്ഷെ അതിനുള്ള സമയമില്ല. അതാണ് ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നം. എന്തായാലും ഇപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ. അത് വീഡിയോ എടുക്കാനും നമ്മൾ എങ്ങനെയും ചാടിക്കാൻ പോകുന്ന വീഡിയോ തന്നെ എടുക്കാനുള്ളൂ. അല്ലാണ്ട് നമുക്ക് കണ്ടന്റ് എന്ന് പറയാനൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഇതെന്താ പിന്നെതാ പറയും എനിക്കുള്ള വർക്ക്. അപ്പം അതേ തന്നെ ഇപ്പൊക്ക പറഞ്ഞ പോലെ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള സാറ്റർഡേ സൺഡേ എന്നുള്ള ഓഫില്ല. അപ്പോൾ എൻ്റെ റൊട്ടേഷണൽ ഓഫ്സാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ആഴ്ച സാറ്റർഡേ സൺഡേ ഓഫില്ല. അപ്പോൾ ഇക്കാക്ക് സാറ്റർഡേ സൺഡേ ഓഫാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 പേരും ഒരുമിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ കയ്യിൽ കുറേ കണ്ടന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവർ നമ്മുടെ 3 പേരിൻ്റെ ടൈമിംഗ് അനുസരിച്ചിട്ടുള്ള അവൈലബിലിറ്റി കാരണമാണ് നമ്മുടെ കണ്ടന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് രാത്രി കൂടുതലുള്ളപ്പോഴും നമ്മൾ കൂടുതലും അവസാനം നമ്മൾ 3 പേര് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴായിരിക്കും കൂടുതൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത ശനി ഞായർ എനിക്ക് ചിലപ്പോൾ ലീവ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നല്ല കണ്ടന്റ് നമുക്കുള്ള പ്ലാനിലുള്ള ഏതെങ്കിലും കണ്ടന്റ് നമുക്ക് അടുത്ത ആഴ്ചകളിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ വരും 2 ദിവസങ്ങളിൽ ഇവൻ്റായിരിക്കും കണ്ടന്റ്, ഞാൻ ഉണ്ടാവുമെന്ന് വരില്ല. ഇനി ഇവർ ചെയ്യുമെന്ന് അറിയില്ല. നമ്മുടെ മെയിൻ ആളാണിതാ ഇവൻ. നമ്മുടെ എല്ലാ വീഡിയോൻ്റെയും ബാക്കിലും കുറച്ച് ഫ്രണ്ടിക്കോ അതിൽ കാണട്ടെ.
വീഡിയോന്റെയും എല്ലാത്തിന്റെയും ബാക്കിൽ എഡിറ്റിങ് കാര്യങ്ങളും എല്ലാം ഇവനാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ അനിയനെ കൊണ്ടുവന്നതാണ്. അവനവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു. പറഞ്ഞു എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ബ്രദേഴ്സിനോടെ വന്ന് നിൽക്കുക. ഇപ്പൊ ജോലി ഹണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അവൻ. അപ്പൊ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ്ങോ പിന്നെ എന്തൊക്കെയാണ് വീഡിയോഗ്രാഫി മൾട്ടിമീഡിയ ഓപ്പർച്യൂണിറ്റി വല്ല നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടും അറിയുന്നവരാരെങ്കിലും ദുബായിൽ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ CV അയച്ചു കൊടുത്തിട്ട് വല്ല ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് കയറ്റി വിടാമല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ചെക്കൻ്റെ വർക്കൊക്കെ ഉഷാറാണ്. നമ്മുടെ പ്രൊഫൈല് നോക്കിയാൽ തന്നെ അറിയാം എഡിറ്റിങ് കാര്യങ്ങൾ എല്ലാം ചെക്കൻ തന്നെയാണ് ചെയ്യാറ്. അതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് മടിയുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് പറഞ്ഞെടുത്ത് ചെയ്യിപ്പിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് 2 കാര്യം ചെയ്യിക്കും. അത് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് അല്ലേ? അപ്പൊ അതാണ് അവൈലബിലിറ്റി. ജസ്റ്റ് വേറെ എന്തെങ്കിലും പറയണ്ട. അപ്പൊ നമ്മുടെ പുതിയ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഇനിയും വരും. ഇപ്പോ ഇന്നലെ നമ്മളൊരു മൈക്ക് മേടിച്ചിരുന്നു. അപ്പൊ അത് നമുക്ക് 8ന്റെ പണിയാണ് തന്നത്. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങിന്റെ ഒക്കെ ഭാഗം എത്തിയപ്പോഴാണ് ചില കുറേ ഭാഗങ്ങളൊക്കെ മിസ്സായിട്ട് പോയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇന്നും മൈക്കിലെടുത്തു. ഇന്നും കുറേ കാര്യങ്ങൾ പോയി. ഇനി മൈക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കണം, ഫുഡ് കഴിക്കണം, വീണ്ടും ഫുഡിലോട്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇപ്പം ഇക്കാൻ്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞു, അനിയനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ 3 പേരും കൂടി വന്നപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കണ്ടതിൽ വളരെ സന്തോഷം. ഇതേപോലത്തെ സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹം. ഇതേപോലത്തെ പുതിയ കണ്ടന്റായിട്ട് നമ്മൾ ഇനിയും വരും. ഇനി കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മളൊരു പുതിയൊരു കാര്യം റിവീൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട്. അത് കൺഫേം ആയിട്ട് ഞാൻ പേജിൽ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെയും എല്ലാവരും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ എപ്പോൾ മനസ്സിലാക്കി നമുക്ക് 3 പേരും നമ്മളത് നോക്കുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ആരെങ്കിലും ഒരാൾ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാക്ക് എന്തെങ്കിലും പറയണ്ട. എനിക്കൊന്നും പറയുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തു തരാം. അതുപോലെ കണ്ടന്റ് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസ് ഇടുക. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമുക്ക് നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങളായിട്ട് എത്തിപ്പെടാനുള്ള ആഗ്രഹമുള്ളവരാണ്. എൻ്റെ സൗണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ വിചാരിക്കരുത്. ഒരാഴ്ചൻ്റെ പുറത്തായി ഇപ്പോൾ എനിക്ക് തൊണ്ടവേല പിടിച്ചിട്ട് വീണ്ടും കണ്ടന്റിൻ്റെ ബാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗണ്ടിന് ഒരു റെസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് സൗണ്ട് എന്താണെന്ന് അറിയില്ല. തിരിച്ചു വരാത്തൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ID കാര്യങ്ങൾ അല്ലെങ്കിൽ പേജിൽ മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നമ്മൾ പുതിയ സംഭവങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറിയാം ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലത്തെ ഒരു കാര്യമായിട്ട് തന്നെയാണ് അടുത്ത നിങ്ങൾ മുന്നോട്ട് വരാൻ പോണത് അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയണ എന്റെ തൊണ്ടായിരിക്കും. ഇത് വെറുതെ ഞാൻ സ്കൂൾ ടീച്ചർ പോലെയാണ് കഴിച്ചത്. ഞാൻ വെറുതെ ഇരുന്ന് കഥ പറയാ, ബാക്കിലുള്ളവ ഇങ്ങനെ ഇരുന്നിട്ട് യെസ് ഗായ്സ് 150 വട്ടം ഗായ്സ് പറയും. ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ അതെ ഗായ്സ്, യെസ് ഗായ്സ്, ഇത് ഗായ്സിന്റെ ആളാണ് ഗായ്സ്. അപ്പോ എല്ലാവർക്കും നമ്മുടെ ചെറിയ വർത്തമാനങ്ങളും ചെറിയ വീഡിയോകളും യെസ് ഗായ്സ് പറ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇക്ക പറ നമ്മളതിന് വേറെ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട്
എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവരാൻ അടുത്ത നോക്കാം. വീഡിയോ എന്തായാലും കണ്ടന്റ്സ് എന്നല്ല, നമുക്ക് കണ്ടന്റ് എന്നല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് നടക്കുന്നത് അതിനെ നമ്മൾ കൊണ്ടുവരില്ല. നമ്മൾ കണ്ടന്റ് എന്ന് പറയാനുള്ള വല്ലതും കൊണ്ടുവരാനൊന്നുമില്ല. കണ്ടന്റ് ഉണ്ട്, ഇഷ്ടംപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് പ്രാങ്ക്സ് ഉണ്ട്, മറ്റേ എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഇന്ന് കുറെ ഒരു കാര്യത്തിലുണ്ട്, അതെല്ലാം ഇക്കാലത്ത് റിവീൽ ചെയ്തിട്ടില്ല. ഇക്ക വർക്കിലായതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇനി കൺവേ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് കിഡിലായിട്ട് വരും ഗൈസ്. ഇതിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇൻക്ലൂഡ് ആവും, ഫാമിലി ഇൻക്ലൂഡ് ആവും. നമ്മളെല്ലാവരും നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. നമ്മൾ ആസ് എ ഫാമിലി ആയിരിക്കും ഈ പേജിൽ, ഈ ഇതിലും ചാനലിലും. അപ്പോൾ അപ്പോൾ തീർത്തോട് എന്താ പറയുക ഫോട്ടോ എപ്പോഴും ഉണ്ടാവും വിചാരിക്കണു. ഗൈസ്. ഞങ്ങൾ ഇവിടുത്തെ വീടിനും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു സാർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ തീർത്തോട്ടെ സാർ. ഞങ്ങളാണ് നിങ്ങളുടെ കൂടെ. Brothers Track.